ഈ കേരളത്തിൽ നിന്ന് അയൽ സംസ്ഥാനങ്ങളിലേക്ക് അനധികൃത മണ്ണ് കടത്തി കർണാടകത്തിൽ നിന്നുള്ള മണ്ണ് മാഫിയ. കാസർഗോഡ് പൈവളികെ പഞ്ചായത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ലാറ്ററൈറ്റ് മണ്ണാണ് കടത്തുന്നത്. കേരളത്തിന്റെ ഭൂമിയിൽ നിന്ന് മണ്ണെടുക്കുന്നത് തടയാൻ വില്ലേജ് ഓഫീസർ ജിയോളജി വകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ടും നടപടിയില്ല. പൈവളികെ പഞ്ചായത്തിലെ ബായാർ വില്ലേജിലാണ് പാതക്കൽ. കർണാടകയും കേരളവുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലം. ഇവിടെ കർണാടകത്തിന്റെ ലൈസൻസ് ഉപയോഗിച്ചാണ് വ്യാപകമായി ലാറ്ററൈറ്റ് മണ്ണ് കടത്തുന്നത്. പാതക്കല്ലിൽ കർണാടകയുടെ ഭൂമിയിൽ നിന്ന് മണ്ണെടുക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് കേരളത്തിൽ സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള ഭൂമിയിൽ നിന്നും വ്യാപകമായി മണ്ണ് ഖനനം ചെയ്യുന്നത്. ബായാർ വില്ലേജ് ഓഫീസർ നടത്തിയ പരിശോധനയിൽ 5 സ്വകാര്യ വ്യക്തികളുടെ പേരിലുള്ള 5 ഏക്കർ ഭൂമിയിൽ ഖനനം നടന്നതായി കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് ജിയോളജി വകുപ്പിന് റിപ്പോർട്ട് നൽകി. കേരളത്തിന്റെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് 2023 ബായാർ വില്ലേജ് ഓഫീസർ മഞ്ചേശ്വരം തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. മണ്ണ് കടത്തുന്ന വാഹനങ്ങൾ കർണാടക പാതയെ ആശ്രയിക്കുന്നതിനാൽ നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് ജിയോളജി വകുപ്പിന്റെ വാദം. ഏപ്രിൽ മാസത്തിൽ ബായാർ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും മണ്ണ് മാഫിയയുടെ പ്രവർത്തനങ്ങൾ യഥേഷ്ടം നടക്കുകയാണ്. അരുൺ പാറക്കൽ, 24, കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.